ഹലോ നമസ്കാരം. രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്ന സീരിയലിലെ കഥ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റോറി ഫുൾ വന്നത്, അപ്പോൾ ഇപ്പോഴാണ് കണ്ടേട്ടോ. അപ്പോൾ അങ്ങനെ കഥയിൽ നമ്മളുടെ എന്താ പറയുക, ചിന്നുമോളടുത്തേക്ക് വരുന്നുണ്ട് മറ്റേ ഊർമിള എന്ന് പറഞ്ഞ ഒരാണ് കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ അവിടെ ഇരുന്ന് ഒരു പാവക്കുട്ടിക്ക് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അമ്മ സ്കൂളിൽ കൊണ്ടാക്കാൻ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാക്കി പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുന്നുണ്ട് മുറ്റത്തൊക്കെ. അപ്പോൾ ഇവർ കാറ് കൊണ്ടുവന്ന് നിർത്തി എല്ലാ പിള്ളേരെയൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് പിന്നെ ചിന്നുമോളെ കാണുന്നത് കേട്ടോ. കാണുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവരെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ചിന്നുമോൾ. അപ്പോൾ ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഞാൻ മോളെ കാണാൻ വന്നതാ. എന്നെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ മോളെ കാണാൻ വന്നതാ എന്നറിയണേ. അപ്പോൾ എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേരോ ഒന്ന് ചോദിക്കണം. പറയും എന്താ പേര് എന്ന് പിന്നെയും ചോദിക്കും. ഇപ്പോൾ ഊർമിള. അപ്പോൾ ഊർമിള അങ്ങനെ ഒരു ചിന്നുമോളുടെ ഒരു സംസാരം തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലാണല്ലോ. നല്ല രസമാണ് കേൾക്കാൻ കേട്ടോ. നല്ല കുഞ്ചിയുള്ളൊരു കുഞ്ഞിക്കുട്ടിയുടെ ഒരു ഇത് എന്ത് രസമായിട്ടാണെന്ന് അറിയോ മോളുടെ അഭിനയിക്കല്ല തോന്നും കേട്ടോ. അത് അഭിനയിക്കാവില്ലായിരിക്കും, അത് ജീവിക്കുമോ. അതിന് നന്നായിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് കുട്ടി കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയും, പിന്നെ മോള് എന്താണ് ഇപ്പോൾ സിസ്റ്ററെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളെ പേരെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളിങ്ങനെ കളിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വന്നതാണോ, അലീന ചേച്ചി ഉണ്ടോ, അലീന ആൻറ്റിയും രേവതി ആൻറ്റിയൊക്കെ അവിടെ ഉണ്ടോ എന്ന് വയ്ക്കുമ്പോൾ അതൊക്കെ ആരാ വയ്ക്കുമ്പോൾ കുട്ടിക്കൊരു കൺഫ്യൂഷൻ. അവരറിയാത്ത ആളാണോ അപ്പോൾ എന്നെ കാണാൻ വന്നേക്കുന്നത് എന്നുള്ളൊരു ഭാവം. അപ്പോൾ എന്നെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയും. മോളെ പേരെന്താ വയ്ക്കുമ്പോൾ പിന്നെ സംശയമായി. അപ്പോൾ പറയും, പേര് ചോദിക്കുമ്പോൾ ചിന്നു എന്ന് പറയണില്ല. അപ്പോൾ പറയും, ഞാൻ സിസ്റ്ററെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ പറയും, ഞാൻ സിസ്റ്ററോട് പറയാം, അല്ലാണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ സിസ്റ്ററെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിപ്പോവുക. പാവക്കുട്ടിയോട് ഇട്ടിട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ മദർ വന്നിരിക്കുന്ന സമയത്ത് പോയി പറയുന്നുണ്ട്, ആരോ വന്നിട്ടുണ്ട് കാണാൻ, മുൻവശത്തുണ്ട് എന്ന് പറയും. ആണോ എന്ന് ചിന്നുകുട്ടി പോയി കളിച്ചോ, ഞാൻ നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ വേറൊരു സിസ്റ്ററെ വിളിച്ചിട്ട് അറിയും, ആരോ മുൻവശത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ചിന്നുമോൾ അവിടെ ഒരു പാവക്കുട്ടി ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വന്നവർ ഊർമിള അവരാണ് അതിനെ എടുത്ത് കൊഞ്ചിക്കുന്നത്. അതിനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ പാവക്കുഞ്ഞിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ഒരു നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് പാവക്കുട്ടിക്ക് കേട്ടോ. അപ്പോൾ പോയി വന്നിട്ട് പിന്നെ വിളിച്ചുകൊണ്ട് വരിക ഇവരെ. അപ്പോൾ പറയും, സിസ്റ്റർ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ട്, മദറെ പറഞ്ഞാൽ മനസ്സിലായി, ഇരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അവർ ഈ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്, ഒരു കുഞ്ഞിനെ. അപ്പോൾ അവർ ആൾറെഡി ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് 3-4 ഫോട്ടോ അവർ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊരു കുട്ടിയെ തിരഞ്ഞെടുക്കാം. 3 ആൺകുട്ടികളാണ്. അപ്പോൾ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത കുട്ടിയെ മാത്രമേ ഉള്ളൂ കാണിക്കാറുമ്പോൾ പറയും അത് പറ്റില്ല, കാരണം എനിക്ക് ഒരു പക്ഷേ അവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവും. അപ്പോൾ വേറൊരു കുട്ടിക്ക് എൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് കാണുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ, അതൊന്ന് നമുക്കങ്ങനെ തിരഞ്ഞ് പിടിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അറിയാമല്ല, എനിക്കും കൂടെ ഇഷ്ടപ്പെടണ്ടേ. ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ലല്ലോ നമ്മളത് നേരിട്ട് കാണുമ്പോൾ ഒന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്നാൽ ഒരു കാര്യം, ഇപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇപ്പോൾ ഒരു അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പോലെയൊന്നും കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ കാര്യങ്ങളും ഇതൊക്കെ അറിയാം. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കൂടെ അപ്പോൾ മോളെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് മോളെ കണ്ടിരുന്നു. ചിന്നുമോളത്തെ പേരിക്കുമ്പോൾ ചിന്നുകുട്ടീനെയാവും ചിന്നുമോൾ. അപ്പോൾ ആ കുഞ്ഞിനെയും കൂടി എനിക്ക് അഡോപ്റ്റ് ചെയ്താൽ കൊള്ളായിരുന്നു എന്നറിയാം. അപ്പോൾ ഞങ്ങളങ്ങനെ വിട്ടിട്ടില്ല. അത് സ്നേഹഭവനിൽ നിന്ന് വന്നതാണ്. പക്ഷേ ആ കുട്ടി അപ്പോൾ ഒരു രേവതി ആൻറ്റിയുടെയൊക്കെ കാര്യം പറയും, അപ്പോഴല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു കട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നമ്മളുടെ പിന്നെ സിസ്റ്റർ പറയുന്നുണ്ട്, മദർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ 3 പിള്ളേരെ ഒന്ന് ഒരുക്കി നിർത്തുകയെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ റോഹിത്തും അലീനയും കൂടെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കൂടി നിൽക്കുമ്പോൾ പിന്നെ അലീന പറയുന്നുണ്ട്, അലീന ശ്രദ്ധിക്കുന്നില്ല, അലീന എന്തോ കാര്യത്തിൽ ഇങ്ങനെ തലയും താഴ്ത്തി വർത്താനം പറഞ്ഞുകൊണ്ട് പോരുക. അപ്പോൾ രോഹിത് ഇത് കാണുന്നത്. അപ്പോൾ രോഹിത് പറയും, ചേച്ചി അവരെ നൃത്തം കണ്ടിട്ട് അത്ര ശരിയല്ല തോന്നുന്നു പറയുമ്പോഴാണ് ഇവിടെ തല പൊന്തിച്ച് നോക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും ചേച്ചി പറഞ്ഞിട്ട് അവരിങ്ങനെ മടിച്ച് നിൽക്കുക. പറയും നീ ഇങ്ങോട്ട് വാ എന്ന് പറയണം. അങ്ങനെ ഫോണെടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട് മറ്റേ അലീന, ഇവന്മാരുടെ കുറേ പേരുണ്ട്. അപ്പോൾ വേറൊരുത്തം പോയി പറഞ്ഞിരിക്കുക, അവൻ വരുന്നുണ്ട്, പീഡനക്കാരൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ റെഡി ആയി നിൽക്കണമെന്ന്. ഞാൻ എന്തായാലും അവനൊരു അടി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞാൽ ഏട്ടാ പ്രശ്നമാക്കുമ്പോൾ ഒരു പ്രശ്നമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ. അതിലിങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ബലാത്സംഗ വീരൻ വരുന്നുണ്ട്, ബലാത്സംഗം ചെയ്തിട്ട് അവൻ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ ഒരു ഉടുപ്പില്ലാണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയും, നിങ്ങൾക്ക് എന്താ വേണ്ടേക്കുമ്പോൾ അതെന്താ വീഡിയോ എടുക്കണം, ഇപ്പോൾ ഞാനിതിപ്പോൾ പോലീസിന് സെൻഡ് ചെയ്യും, നിങ്ങൾ ഞങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ അലീന വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഇതാവട്ടോ. അതിൽ ഒരുത്തൻ വന്നിട്ട് പറയും പിന്നെ എന്താ ധൈര്യം അവൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലാൻ കൈ വീശുമ്പോൾ നമ്മൾ അലീന കയ്യിലൊരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് അവൻ്റെ കയ്യിലൊരു കോങ്ങോട്ട് പോറും. അത് നന്നായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ കൈ എടുക്കുമ്പോൾ കയ്യിലൊരു മുറിവാവും. അപ്പോൾ പറയും പിന്നെ നിങ്ങളിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യും, പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ മര്യാദയ്ക്ക് നിന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവനാകെപ്പാടെ വിസ്മയം, ഇവനാകെ വരണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇവരിങ്ങോട്ട് നടന്നു പോകുമ്പോൾ അതിന് ഒരുത്തൻ ഒരു ചെരുപ്പ് ഊരിയിട്ട് ഇവരെ എറിയുകയാണ്. അപ്പോൾ എറിയുമ്പോൾ അലീന വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് പിറകെ നിൽക്കുക. അപ്പോൾ വേറൊരാൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ പറയടാ പോയി തരത്ത് കളിക്കട്ടെ, നിങ്ങൾ ആരോടാ ഈ കളിക്കാൻ നിൽക്കുന്നത്, പോയേ എന്നിട്ട് അതിലിങ്ങനെ ഇവരൊക്കെ പാടെ ചീത്ത പറയുന്നുണ്ട്. അതിന് ഇവർ മൈൻഡ് ചെയ്യട്ടെ, ഇവരങ്ങനെയായിട്ട് പോവും ചെയ്യട്ടോ. പിന്നെ കാണിക്കുന്നത് എന്താണ് ചിന്നുമോളെ കൊണ്ടുവരും. അപ്പോൾ ചിന്നുമോൾ ഒരു നായക്കുട്ടിയുടെ ചിത്രമൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ സിസ്റ്ററോട് ഇവർ ഊർമിള പറഞ്ഞിട്ടാവും, ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് കൊടുത്തോട്ടെ എന്നാൽ ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അല്ല കുട്ടികളെ കണ്ടതിന് ശേഷം ഇവിടെ മദറിനോട് സംസാരിച്ച ശേഷം പോരെ, അതൊരു ഇരിക്കട്ടെ സമയമുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ മദറിനോട് സംസാരിക്കുമ്പോൾ പറയും എനിക്കിപ്പോൾ ഒരു കുട്ടീനെയും കൂടി കൂടുതൽ അഡോപ്റ്റ് ചെയ്യാൻ ഒരു മടിയില്ല, കാരണം അതിനുള്ള ജീവിത സാഹചര്യങ്ങളും ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് ആ കുട്ടീനെയും കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറയും കേട്ടോ ചിന്നുവിനെ. അപ്പോൾ ചിന്നുവിനെ ഇതുവരെ അവരിങ്ങനെ ഇതിട്ടിട്ടില്ല, കാരണം ഫോട്ടോസ് ഇങ്ങനെ അഡോപ്ഷൻ ഉള്ള ആൾക്കാർക്ക് താല്പര്യമില്ലാതൊരു സൈറ്റാണ്, അതിലിങ്ങനെ കുട്ടികളുടെ ഫോട്ടോസ് ഇടും. അത് ചിന്നുമോളുടെ ഇട്ടില്ല പറയുമ്പോൾ അതെന്തായാലും നല്ല കാര്യമാണല്ലോ എന്ന് പറയും. അങ്ങനെ പിന്നെ ഇവർ ഈ 3 പിള്ളേരെയും ഒരുക്കി നിർത്തിയിട്ടുണ്ടാകും, കാരണം പക്ഷെ അവരോട് പറയരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ കൂടെ വട്ടളം നിന്നിട്ട് ചെസ്സ് കളിക്കുകയാണ് ഇങ്ങനെ പരസ്പരം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര നാണോ മിണ്ടുന്നൊന്നുമില്ല. സിദ്ധാർത്ഥെന്നും അങ്ങനെ 3 പിള്ളേരുടെ 3 പേര് പറയും. അപ്പോൾ അവരെയൊക്കെ നോക്കുക. അപ്പോൾ ഇവർ വന്നാൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളെ ചിന്നുമോൾ ഭയങ്കര ചിത്രം വരെ അപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ വരയ്ക്കുക. അപ്പോൾ ചിന്നുമോളടുത്തേക്ക് ചെല്ലുമ്പോൾ ചിന്നുമോൾ പറയും എന്താ ചെയ്യണേ എന്ന് ചോദിക്കുക. പറയും ഞാൻ പടം വരയ്ക്കുവാ എന്നറിയും, ബൗബോവിൻ്റെ പടം, നായ്ക്കുട്ടിയുടെ ഇതാ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പിന്നെ മോളോട് സംസാരിക്കുന്നുണ്ട്, മോളോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ആൻറ്റിയും അലീന ആൻറ്റിയും എവിടാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും അത് ആരാന്ന് ചോദിക്കുകയാണ് ഊർമിള. അപ്പോൾ പറയും മോളെ നോക്കിയിരുന്നത് അവരാണ് ഇവിടെ കൊടുന്നാക്കിയത്, മോളെ അവരുടെ ഒരുവരും നോക്കിയിരുന്നത് ഇങ്ങനെ സ്നേഹഭവനത്തിൽ നിന്ന് എന്ന് പറയും. അപ്പോൾ അത് ശരിയെന്ന് പറയും. അപ്പോൾ മോള് പോരുന്നോ എൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്ന ആൻറ്റി അവിടെ ആരാ ഉള്ളേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ടോയ്സ് ഉണ്ട്, ഒരു അങ്കിളുണ്ട്, കുറേ ചോക്ലേറ്റ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ രവതി ആൻറ്റീനെയും അലീന ആൻറ്റീനെയും കൂടെ കൊണ്ടുവരും വയ്ക്കുമ്പോൾ അതിനെന്താ അവരെയും വിളിക്കാമല്ലോ, അവരെയും കൊണ്ടുപോകാം നമുക്ക് എന്നൊക്കെ അങ്ങനെ പറയാം. മോളെ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ചെയ്യുകയാണ്, മോളെ നല്ല ഇഷ്ടമാവും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അറിയില്ല, ലാസ്റ്റ് ഇപ്പോൾ ഈ ചിരുമോളെ അഡോപ്റ്റ് ചെയ്യണമെങ്കിലും അവർക്ക് ഇപ്പോൾ ഈ രവതിയുടെയും അലീനയുടെയൊക്കെ അനുവാദം കൂടെ വേണമല്ലോ. അപ്പോൾ അത് കാരണം അവരിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അലീനയും രോഹിത്തും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുക.
അപ്പോൾ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനോട് പറയും, ഇതുകൊണ്ടാണ് ഞാൻ രോഹിത്ത് പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞത് പറയും. അപ്പോൾ പറയും, അങ്ങനെ പറഞ്ഞ് ഞാൻ പാടില്ല, പുറത്തിറങ്ങണമല്ലോ, ഇത്ര നാളിച്ച് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുക, പുറത്തിറങ്ങണം, കോളേജിൽ പോകണം. കോളേജിലോ? കോളേജിലൊന്നും പോകണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ എന്നെ വല്ലാതെ ഇതാക്കും എന്നൊക്കെ പറയും. അപ്പോൾ പറയും, തെറ്റ് ചെയ്തിട്ടല്ലേ, നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കതെങ്ങനെയെങ്കിലും ഇതാക്കാൻ നിൽക്കാമെന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവരൊക്കെ കൂടെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എറണാകുളത്തോ പിന്നെ കോട്ടയത്തോ അവിടെ എവിടെയെങ്കിലും പോയി ഞാൻ പഠിച്ചോളാം, ഇവിടെ ഞാൻ പഠിക്കുന്നില്ല ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, നോക്കാം മോനെ, ഇനിയിപ്പോൾ വേറൊരു കോളേജിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ അതിന് വേണ്ടി വരും. പിന്നെ അതുമല്ല, പൈസയുടെ കാര്യം പോട്ടെ എന്നൊക്കെ, ഇനി വെറുതെ നിൻ്റെ ഒരു വർഷം പോലെ നീ മറ്റേ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറോ അങ്ങനെ ഇതിനാണ് കുട്ടികൾ പഠിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്തായാലും അച്ഛനോട് സംസാരിക്കാം, അതിന് വേണ്ട അച്ഛനോട് പിന്നെ കോളേജിലൊന്ന് പോയി സംസാരിക്കാൻ പറയാം. അപ്പോൾ അവൻ പറയും, DC തന്നാൽ തന്നെയും അതിൽ ഇങ്ങനെ ഒരു റെഡ് ലൈൻ വരയ്ക്കും, അത് ഏതൊരു കോളേജിൽ പോകുമ്പോൾ അവൻ ഒരു ഇതാണെന്നുള്ളതിൻ്റെ അങ്ങനെയും ഒരു പ്രശ്നം വരും ചേച്ചി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് സംസാരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ പറയും, നിങ്ങൾ നടക്കാൻ പോയിട്ട് എന്തായി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് ആ കവലയിൽ കുറച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയും. അപ്പോൾ പറയും, എന്താ നിങ്ങളെന്താ എന്നെ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, സ്വാഭാവികമാണ്, ജനങ്ങളെ പലതരത്തിലല്ലേ റിയാക്ട് ചെയ്യുക, അത്രയും ഞാൻ കരുതിയുള്ളൂ എന്ന് പറയും. എന്നാലും നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് പറയും. അപ്പോൾ പറയും, വേണ്ട, ചപ്പത്താക്കി പോട്ടെ, ഇനിയൊരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം, ഞാൻ പക്ഷേ അവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ആ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയും, നിങ്ങൾ അമ്പലത്തിലും പോയോ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ എന്തായാലും അതുവരെ പോയപ്പോൾ അമ്പലത്തിലൊന്ന് കയറി